എല്ലാവർക്കും സിനിമ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ശക്തികളൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. പക്ഷെ ആ ഒരു ശക്തികൾ തന്നെ അവനക്ക് അങ്ങ് ഭീഷണിയായിട്ട് മാറുകയാണ്. പിന്നീട് എന്തൊക്കെ സംഭവിക്കും, ഇതാണ് ഈ ഒരു എൻ്റർ സീരീസിലൂടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഞാൻ ഈ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ സീരീസ് കണ്ടറിഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ സീരീസിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു ചേസ് സീനാണ്. ഒരുത്തൻ്റെ പിന്നാലെ കുറേ പേരിങ്ങനെ വരുന്നുണ്ട്. അവൻ്റെ കയ്യിലാണെങ്കിൽ ഒരു സ്കോളറും. ഈ സ്കോളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളവർക്ക് അവൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്കോളറിനകത്ത് ഒരു ബാറ്റിൽ പ്ലാൻസ് ആണ്, ഒരു യുദ്ധ പ്ലാൻസ് ആണ്. ഇവൻ ആരുടെ നിന്നാണോ ഇത് മോഷ്ടിച്ചത് അവർ തന്നെയാണ് ഇവരുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്നാണ് ഈ ഒരു ഗ്രൂപ്പ് ഇവനെ വന്നിട്ട് അങ്ങ് വളയുന്നത്. ഇവനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർ വളയാന്ന് മാത്രമല്ല, അവരുടെ കയ്യിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ തീ വന്നുകൊണ്ടിരിക്കുകയെ. ഇത് കണ്ടപാട് ഇവനാണെങ്കിലോ ഭൂമിയുടെ കൺട്രോൾ അങ്ങ് എടുക്കുക. ഭൂമി ഇങ്ങനെ പിളർത്തി ഓരോരുത്തരായിട്ട് ഇങ്ങനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ. സോ ഇവർക്ക് രണ്ടു കൂട്ടർക്കും ഓരോ ശക്തികളുണ്ട്. അങ്ങനെ ഇവൻ ഓടി ഇവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഫ്രണ്ടാണ് ഈ കുതിരയല്ല, പക്ഷിയല്ല, അങ്ങനത്തെ എന്തോ ഒരു ജീവനൊക്കെ ഇട്ട് വന്ന് നിൽക്കുന്നുണ്ട് ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇവർ രക്ഷപ്പെടുന്നില്ല. മറിച്ച് ഈ ഒരു സ്കോളർ അവൻ്റെ ഫ്രണ്ടിനെ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറയാം. ഇത് കേട്ടപാട് നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഈ സമയം ഇവനാണെങ്കിലോ അവൻ്റെ ഫ്രണ്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭൂമിക്കടിയിൽ നിന്ന് വലിയൊരു മതിലിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഈ ഒരു ടൈമിലാണ് നമ്മുടെ തീയിൻ്റെ കൺട്രോളിലുള്ള ആൾക്കാരുണ്ടല്ലോ അവരങ്ങോട്ടേക്ക് വരുന്നത്. കുറെ അടിച്ചിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അവനെ അങ്ങ് പിടിച്ച് കൊണ്ടുപോവാണ്. ഇവനെ കൊണ്ടുപോകുന്നത് ഇവരുടെ ഈ ഒരു തീയിൻ്റെ കൺട്രോളിലുള്ള ആൾക്കാരുണ്ടല്ലോ അവരുടെ കിങ്ങിൻ്റെ അടുത്തോട്ടാണ്. അങ്ങനെ നമ്മുടെ കിങ് പറയാണ്, നീ എന്താണോ ചെയ്തത് അത് ഞാൻ ആഗ്രഹിച്ച കാര്യമാണ്. നീ ആ ഒരു സ്കോളർ അടിച്ചുകൊണ്ട് നിന്റെ ആൾക്കാരുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ഒരു പ്ലാൻ അനുസരിച്ചിട്ടാണ് ഇവിടെയുള്ള എല്ലാവരും യുദ്ധത്തിന് ഇറങ്ങാൻ പോകുന്നത്. പക്ഷെ ഞങ്ങളുടെ പ്ലാന് മറ്റൊന്നാണ്. നിങ്ങൾ ആ ഒരു സ്കോളർ അനുസരിച്ചിട്ട് റെയിൻഫോഴ്സ്മെന്റ്സിനെ പല സൈഡിലോട്ടും വിടുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തിന് വേണ്ടി പോകും. ഇതും പറഞ്ഞിട്ട് അവനെ അങ്ങ് കത്തിച്ച് കളയാണ് നമ്മുടെ കിങ്. ഇനിയാണ് നമ്മുടെ കിങ്ങിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നുള്ളത് കാണിക്കാൻ പോകുന്നത്. ഇവരുടെ ഈ ഒരു ലോകത്ത് മൊത്തം 4 നേഷൻസ് ഉണ്ട്. ഈ 4 നേഷൻകാർക്കാണെങ്കിലോ 4 സൂപ്പർ പവേഴ്സും ഉണ്ട്. അതിലൊന്നാണ് വാട്ടർ ബെൻഡേഴ്സ്, വെള്ളത്തിന്റെ ശക്തിയുള്ളവർ. പിന്നെ ഫയർ ബെൻഡേഴ്സ്, തീയിന്റെ ശക്തിയുള്ളവർ. പിന്നെ എർത്ത് ബെൻഡേഴ്സ്, ഭൂമിയുടെ ശക്തിയുള്ളവർ. പിന്നെ അവസാനമായിട്ട് ഒരു എയർ ബെൻഡറും. എയർ ബെൻഡേഴ്സിന് ഈ എയർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ശക്തിയാണ് ഉള്ളത്. സോ ഈ ഒരു 4 നേഷൻസിന്റെ ഇടയിലും സമാധാനം കീപ്പ് ചെയ്യുന്ന ഒരാളുണ്ട്, അവതാർ. ഈ ഒരു അവതാറിനാണെങ്കിൽ ഈ ഒരു 4 സൂപ്പർ പവേഴ്സും ഒരുമിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് ഇവന്റെ പവർ. സോ നമ്മുടെ അവതാറാണ് എല്ലാതും ഇങ്ങനെ സമാധാനത്തിൽ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഫയർ ബെൻഡേഴ്സിന്റെ കിങ്ങിനാണെങ്കിലോ ഈ ഒരു ലോകം മൊത്തം കോങ്കർ ചെയ്യണം. അതിനാകുള്ള ഒരു ഭീഷണി എന്ന് പറഞ്ഞാൽ നമ്മുടെ അവതാറാണ്. നമ്മുടെ അവതാറിനെ തോൽപ്പിച്ചിട്ട് ഈ ഒരു നേഷൻസ് മൊത്തം കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫയർ ബെൻഡറിന്റെ കിങ് ഭയങ്കര അടക്കൊതുക്കെട്ടിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് നമ്മുടെ അവതാർ അങ്ങ് മരിച്ചു പോകുന്നത്. ഇങ്ങനെ ഒരു അവതാർ മരിച്ചു കഴിഞ്ഞാൽ അവതാറിന്റെ ഉള്ളിലത്തെ ഒരു സ്പിരിറ്റ് മറ്റൊരു അവതാറിനെ ചൂസ് ചെയ്യും. ഇതാണ് ഇവരുടെ ഒരു രീതി. അങ്ങനെ ഒരു സ്പിരിറ്റ് ഒരാളെ ചൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു എയർ ബെൻഡർ ആണ്. പക്ഷെ അത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും ഇവർക്ക് അറിയില്ല. സോ നമ്മുടെ ഫയർ ബെൻഡറിന് ഇനി ആ ഒരു ഒറ്റ ഓപ്ഷൻ ഉള്ളൂ, എല്ലാ എയർ ബെൻഡേഴ്സിനെയും അങ്ങ് അവസാനിപ്പിക്കുക, ഒരുമിച്ച് അവസാനിപ്പിക്കുക. കാരണം എയർ ബെൻഡേഴ്സിൽ ഒരാളാണ് ഇനി വരാൻ പോകുന്ന അവതാർ. സോ ഇതാണ് നമ്മുടെ കിങ്ങിന്റെ ലക്ഷ്യം. ഈ ഒരു സമയത്താണ് നമ്മുടെ അവതാറിനെ അങ്ങ് കാണിക്കുന്നത്. അത് വെറൊരു 12 വയസ്സുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ ഇവൻക്കറിയില്ല ഇവൻ വരാൻ പോകുന്ന അവതാറാണ് എന്നുള്ളതൊന്നും. എന്നവന്റെ ടീച്ചർമാർക്കും ഗുരുക്കൾക്കും ഒക്കെ അറിയാം ഇവനൊരു അവതാറാണെന്നുള്ളത്. ഇവന്റെ പേരാണ് ആങ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഗുരുക്കളും ടീച്ചർമാരൊക്കെ ഒരു കാര്യം അറിയുന്നത്, നമ്മുടെ ഫയർ കിങ് യുദ്ധത്തിന് വരുന്ന കാര്യം. ഇത് അറിഞ്ഞപാട് ഇവരെല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നമുക്ക് എത്ര പെട്ടെന്ന് അവതാറിനെ റെഡിയാക്കി എടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇത് കേട്ടപാട് ഗെറ്റ്സോ എന്ന് പറയുന്ന ഒരാളുണ്ട്, നമ്മുടെ ആങ്ങിന്റെ ഫ്രണ്ട്, അതുപോലെ തന്നെ ഗുരു, ഭയങ്കരമായിട്ട് അടുപ്പുള്ള ഒരാളാണ്. ഒരു ഭയങ്കര ബോണ്ടൊക്കെ ഉണ്ട്. ഇത് കേട്ടപാട് നമ്മുടെ ഗെറ്റ്സോ പറയാണ്, ആങ്ങിനോട് പറയാൻ സമയമായിട്ടില്ല, അവന് ഇനിയും കുറെ പഠിക്കാനുണ്ട്. ഇത് കേട്ടപാട് ഇവരുടെ കിങ് പറയാണ്, നോ, അതിന് സമയമായി. സോ നമ്മുടെ ഗെറ്റ്സോക്ക് ഇനി വേറെ ഓപ്ഷൻ ഇല്ല. ഗെറ്റ്സോ വന്നിട്ട് നമ്മുടെ ആങ്ങിനോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്, നീ അവതാറാണെന്നുള്ള കാര്യം. ഇത് കേട്ടപാട് നമ്മുടെ ആങ്ങാണെങ്കിലോ ആകെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. കാരണം അവൻക്ക് ഈ പറയുന്ന അവതാറോ കോപ്പോ ഒന്നും ആവണ്ട. അവനക്കൊരു നോർമൽ കിഡായിട്ട് ഇങ്ങനെ ജീവിക്കണം, അത്രേ ഉള്ളൂ അവൻക്ക് ഈ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഒരു കഴിവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവനക്ക് വേണ്ടാന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടപാട് നമ്മുടെ ഗെറ്റ്സോ പറയാണ്, നമ്മുടെ പഴയ അവതാറായ യങ്ചൻ നിന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, നീയാണ് ഇനി അവതാർ, നീ ആയേ പറ്റുള്ളൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ആകെ ടെൻഷൻ ആയോണ്ടിരിക്കുക. അങ്ങനെ രാത്രിയായി. ഇവൻ്റെ അടുത്തോട്ട് ബൈസൺ എന്ന് പറയുന്ന ഒരു ജീവി വരുന്നുണ്ട്. ഈ ബൈസൺ അവനിട്ടിരിക്കുന്ന പേര് ആപ്പ എന്നാണ്. ആപ്പ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ പെട്ടിവണ്ടിയാണ്, പക്ഷെ ഇവനിട്ടിരിക്കുന്ന പേര് അതാണ്. ഈ ആപ്പ എന്ന് പറയുന്ന ഒരു തരം ക്രീച്ചറാണ്. ആകാശത്തിലൂടെ ഇങ്ങനെ പറന്ന് നടക്കാനൊക്കെ പറ്റും. പക്ഷെ രൂപം ഒരുമാതിരി കാളയുടെ രൂപമൊക്കെയാണ്. അതിന് അന്നിനായിട്ട് ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ആങ് ആപ്പയും കൂട്ടി അങ്ങ് കറങ്ങാൻ ഇറങ്ങുകയാണ്. അവരിങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. പക്ഷെ അവരറിയാത്തൊരു സംഭവം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഫയർ ബെൻഡേഴ്സും കിങ്ങും എല്ലാവരും ഇങ്ങനെ വന്നിരിക്കുകയാണ് ഈ ഒരു എയർ ബെൻഡേഴ്സിനെ മൊത്തം പിടിച്ചടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ അങ്ങോട്ടൊരു യുദ്ധമാണ്. പിന്നെ പോരാത്തതിന് ആകാശത്തൊരു കോമറ്റുള്ള ദിവസമാണെന്ന്. ആ ഒരു കോമറ്റ് നമ്മുടെ ഫയർ ബെൻഡേഴ്സിന് അത്ര അധികം പവറും നൽകും. ഫയർ ബെൻഡേഴ്സ് വരുന്നു, എല്ലാവരും ഇല്ലാണ്ടാക്കുന്നു. നമ്മുടെ ഗെറ്റ്സോ അതുപോലെ തന്നെ അവിടുത്തെ ചെറിയ കുട്ടികൾ, ഇവരൊന്നും അവർ വെറുതെ വിട്ടില്ല, എല്ലാവരെയും കൊല്ലുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ആങ്ങാണെങ്കിലോ പുറത്ത് പെട്ട് കിടക്കുകയാണ്. ഭയങ്കര മഴയും കാറ്റൊക്കെ ഉണ്ട്. ഇവർക്ക് പറക്കാനൊന്നും പറ്റുന്നില്ല. ആപ്പടെ കൺട്രോളൊക്കെ പോകുന്നുണ്ട്. ഇവർ നേരെ കടലിനടിയിലോട്ട് അങ്ങ് പോവാൻ.
അവിടെ നമ്മുടെ എയർ ബെൻഡേഴ്സ് തീരുന്നു, ഇവിടെ നമ്മുടെ അവതാറും തീരുന്നു. എന്നാൽ നമ്മുടെ ആങ് മരിച്ചിട്ടില്ല. അവന്റെ മുകളിൽ ഇങ്ങനെ ആകെ തിളങ്ങിക്കൊണ്ടിരിക്കുക. അവന്റെ ടാറ്റൂസ് ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. അവന്റെ കണ്ണിലൊക്കെ നീല വെളിച്ചായി മാറുന്നുണ്ട്. അത് മാത്രമല്ല ആ ഒരു വെള്ളത്തിനടി വെച്ചിട്ട് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് ഒരു വാട്ടർ ബെൻഡറിനെയാണ്. ഇവളുടെ പേരാണ് കട്ടാറ. ഇവളിങ്ങനെ വാട്ടർ ഇങ്ങനെ ബെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇവൾക്ക് അത്ര വലിയ സ്കില്ലൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നുള്ളൂ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവള് നേരെ ഇവളുടെ വില്ലേജിലോട്ട് പോകുന്നുണ്ട്. ഇവളുടെ വില്ലേജിനാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു വില്ലേജിനകത്ത് അധികം പുരുഷന്മാരും സ്ത്രീകളൊന്നുമില്ല, കൂടുതൽ കുട്ടികളാണുള്ളത്. പിന്നെ പോരാത്തതിന് നമ്മുടെ കട്ടാറയുടെ ബ്രദർ ആയിട്ടുള്ള സോക്കോയാണ് ഇവിടെ ഇൻചാർജ്. അങ്ങനെ നമ്മുടെ കട്ടാറിനെ കണ്ടപാട് നമ്മുടെ സോക്കോ ചോദിക്കുകയാണ്, നീ എവിടെയായിരുന്നു? വാട്ടർ ബെൻഡിങ്ങിന് പോയിരിക്കാവൂലേ? നിന്നോട് അച്ഛൻ പറഞ്ഞിട്ടില്ലേ അത് ചെയ്യരുതെന്ന്? നമ്മുടെ അച്ഛൻ ഇവിടെ ഇല്ല, ഇപ്പൊ ഞാൻ ഇൻചാർജ്. അതുകൊണ്ട് നീ ഒരു കാര്യം ആലോചിച്ചോ, ഇനി ഇത് ചെയ്യരുത്. ഫയർ ബെൻഡേഴ്സ് അങ്ങനെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. ഇത് കേട്ടപാടെ നമ്മുടെ കറ്റാറ പറയാണ്, നീ പേടിക്കണ്ട, എനിക്കധികം കഴിവൊന്നുമില്ല. പിന്നെ ഈ ഒരു സ്ഥലത്തോട്ട് നമ്മുടെ ഫയർ ബെൻഡേഴ്സ് ഒക്കെ വന്നിട്ട് തന്നെ കാലം കുറയായി, അതുകൊണ്ട് നീ പേടിക്കാണ്ടിരിക്കുക. ഇതൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഫിഷിങ്ങിന് വേണ്ടി പോകുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ഇവിടെ ഭയങ്കരമായിട്ട് ഒഴുക്കുണ്ടാവുന്നത്. ഇവരുടെ ബോട്ടിന്റെ കൺട്രോൾ മൊത്തം പോവാൻ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഐസിലടിച്ചിട്ട് ഇവർ തെറിച്ച് വീഴുന്നുണ്ട്, അതുകൊണ്ട് സേഫാണ്. പക്ഷെ ഇവർ വന്ന ബോട്ട് ഉണ്ടല്ലോ, അതിങ്ങനെ മെല്ലെ ഒഴുകി കുറച്ച് അപ്പുറത്തോട്ട് എത്തിയിട്ടുണ്ട്. ഈ ഒരു ബോട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഇവിടെ കിടന്ന് ഫ്രീസായി മരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റൗണ്ട് ഷേപ്പിൽ വലിയൊരു ഐസ് കട്ട ഇവർ കാണുന്നത്. ഇവരിങ്ങനെ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുന്നത് കണ്ടിട്ട് ഇതേ സമയം തന്നെ അങ്ങോട്ടേക്ക് വലിയൊരു കപ്പൽ വരുന്നുണ്ട്. നമ്മുടെ ഫയർ ബെൻഡേഴ്സിന്റെ കപ്പലാണ്. അതിനകത്ത് നമ്മുടെ ഫയർ ബെൻഡേഴ്സിന്റെ കിങ്ങിന്റെ മകനായ പ്രിൻസ് സൂക്കോയും ഉണ്ട്. ഇവൻ നമ്മുടെ അവതാറിനെ കണ്ടുപിടിക്കാനെ വന്നുകൊണ്ടിരിക്കുക. 3 വർഷമായിട്ട് ഇവൻ തെരച്ചില്ല. ഇവന്റെ കിങ് ഇവനെ ബാനിഷ് ചെയ്തിരിക്കുക, അവതാറിനെ കണ്ടെത്താൻ പറഞ്ഞിട്ട്. സോ നമ്മുടെ അവതാറിനെ കണ്ടെത്തിയാൽ മാത്രമാണ് ഇവനക്ക് തിരിച്ച് ഇവന്റെ നാട്ടിൽ കാലൂത്താൻ പറ്റുള്ളൂ. അതാണ് ഇവന്റെ അവസ്ഥ. ഇതേ സമയം നമ്മുടെ കറ്റാറേസ് ഒക്കെയാണെങ്കിൽ ആകെ പെട്ട് നിൽക്കുക. ഇവർക്ക് എങ്ങനെയും ഒരു ബോട്ട് കിട്ടണം. സോ നമ്മുടെ കട്ടാർ പിന്നെ ഒന്നും നോക്കിയില്ല, രണ്ടും കൽപ്പിച്ച് അങ്ങ് വാട്ടർ ബെൻഡിങ് തുടങ്ങുകയാണ്. ഈ ബോട്ടിങ്ങനെ അടുത്ത് കാക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് തന്നെയാണ് അവിടെ മറ്റൊരു സംഭവം കൂടി നടക്കുന്നത്. ഇവരുടെ പിന്നിത്തെ ഒരു വലിയ ഐസ് ഉണ്ടല്ലോ, അതിങ്ങനെ പൊട്ടാൻ ആരംഭിക്കുകയാണ്. അതിനകത്ത് നിന്ന് ഇങ്ങനെ ഒരു നീല വെളിച്ചം വരുന്നുണ്ട്. ഈ ഒരു ഐസ് പൊട്ടുന്നതിന്റെ എഫക്റ്റ് ആണെങ്കിലോ നമ്മുടെ സൂക്കോന്റെ ഷിപ്പിനകത്തും കിട്ടുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സൂക്കോയാണെങ്കിൽ ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഈ ഒരു ഐസ് അങ്ങ് എക്സ്പ്ലോഡ് ആവുന്നത്. അതിനകത്തുന്നതാ നമ്മുടെ അവതാർ ഇങ്ങനെ വരുന്നു. നമ്മുടെ കട്ടാറേസ് ഒക്കെയാണ് ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. പെട്ടെന്നാണ് നമ്മുടെ അങ്ങ് ബോധം കെട്ട് വീഴുന്നത്. ഇത് കണ്ടപാട് ഇവർ ഇവനെയും കൂട്ടി നേരെ വില്ലേജിലോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ സമയം നമ്മുടെ സോക്ക ചോദിക്കുന്നുണ്ട്, ഇവനെ നമുക്ക് കൊണ്ടുപോകണോ? എന്നാൽ ഇവിടെ നമ്മുടെ കട്ടാറ നന്നായി നിർബന്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവനെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഇവർ വില്ലേജിലെത്തിയപ്പോഴാണ് അവർ ഒരു സത്യം അറിയുന്നത്. ഇവരുടെ ഗ്രാൻഡ് മോ വന്നിട്ട് പറയാണ്, ഇതെങ്ങനെ സാധിക്കും? ഇതൊരു എയർ ബെൻഡറാ. എയർ ബെൻഡേഴ്സ് എല്ലാം മരിച്ചിട്ടുണ്ട്. ഫയർ നേഷൻ എല്ലാ എയർ ബെൻഡേഴ്സിനെ കൊന്നു കളഞ്ഞതായിരുന്നു. പിന്നെ ഇവൻ മാത്രം എങ്ങനെയാണ് അവശേഷിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും അവൻ ഉണരട്ടെ, എന്നിട്ട് നമുക്ക് അവനോട് തന്നെ ചോദിക്കാം. അങ്ങനെ ഇതേ സമയം മറ്റൊരു കാര്യം കൂടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ സൂക്കോയുടെ ഷിപ്പ് ഈ ഒരു വില്ലേജിനകത്തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്നാൽ ഇതൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല. സൂക്കോ വരാൻ കാരണം വേറെ ഒന്നുമല്ല, ഒരു ഐസ് എക്സ്പ്ലോഡ് ആകുമ്പോൾ അവിടെ വലിയൊരു നീല വെളിച്ചം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ദൂരെ നിന്നിട്ട് നമ്മുടെ സൂക്കോ കണ്ടിട്ടുണ്ട്. സോ അവൻക്ക് ഉറപ്പാണ് അവതാർ ഈ ഒരു വില്ലേജിൽ ഉണ്ട് എന്നുള്ളത്. ഇവൻ ഇവന്റെ അങ്കിളിനോട് പറയുന്നുണ്ട്. എന്നാൽ അങ്കിൾ ചോദിക്കുന്നുണ്ട്, പോവണോ? അവതാറാണെന്ന് ഉറപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ സൂക്കോക്ക് 100% ഉറപ്പാണ് അവതാർ അവിടെ തന്നെ ഉണ്ട് എന്നുള്ളത്. പിന്നെ പോരാത്തതിന് നമ്മുടെ സൂക്കും അതുപോലെ തന്നെ സൂക്കോടെ അങ്കിളും ഭയങ്കര ബോണ്ടാണ്. ബോണ്ട് എന്ന് പറഞ്ഞാൽ ചില്ലറ ബോണ്ടൊന്നല്ല, വൻ സീന് ബോണ്ടാണ് അവർ തമ്മിൽ. അങ്ങനെ അടുത്ത സീനെ കാണിക്കുന്നത് നമ്മുടെ ആങ്ങിനെയാണ്. അവനക്ക് ബോധം വന്നിട്ടുണ്ട്. കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവൻ ഏതോ വില്ലേജിനകത്താ. എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും അവനക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ പോരാത്തന്നെ അവന്റെ ആപ്പനെ കാണാനില്ല. അവനിങ്ങനെ ആകെ പാനിക് ആവുന്നുണ്ട്. അവനിങ്ങനെ ആപ്പനെ ഇങ്ങനെ വിളിച്ചു നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ ആപ്പ് അങ്ങോട്ടേക്ക് വരുന്നത്, ഐസൊക്കെ പൊട്ടിച്ചിട്ട്. ഈ ഒരു ആപ്പനെ കണ്ടപാടെ എല്ലാവരും ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് നിൽക്കുക. അവർ ഇന്നേവരെ ഇങ്ങനത്തെ ഒരു ജീവനൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ നമ്മുടെ ഗ്രാൻഡ് മദർ ആങ്ങിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുന്നുണ്ട് അവനോട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാനൊരു എയർ ബെൻഡർ ആണെന്നൊക്കെ. ഇത് കേട്ടപാട് നമ്മുടെ ഗ്രാൻഡ് മദർ പറയാണ്, ആങ്, നിന്റെ നാട്ടിലാരും അവശേഷിക്കുന്നില്ല. അവരെല്ലാവരും മരിച്ചുപോയി. അവർ മരിച്ചത് 100 വർഷങ്ങൾക്ക് മുമ്പാ. അതായത് നീ ആ ഒരു ഐസി പെട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് 100 വർഷം കഴിഞ്ഞു. ഇത് കേട്ടപാട് നമ്മുടെ ആങ്ങാണെങ്കിലോ ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുക. കാരണം 100 വർഷം എന്നൊക്കെ പറഞ്ഞാൽ അവനത് താങ്ങാവുന്നതിൽ അപ്പുറമാണ്. അവനങ്ങ് ഇറങ്ങി പോകുന്നുണ്ട് അവിടുന്ന്. ഈ ഒരു സമയത്ത് നമ്മുടെ ഗ്രാൻഡ് എല്ലാവരോടും കൂടിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അവനൊരു സാധാ എയർ ബെൻഡർ അല്ല, അവനക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ട്. അവനാണ് ദി ലാസ്റ്റ് എയർ ബെൻഡർ. നമ്മുടെ ആങ്ങ ആകെ വിഷമിച്ചിരിക്കുക. എന്ത് ചെയ്യണമെന്നൊന്നും അവനക്ക് യാതൊരു ഐഡിയ ഇല്ല. ഈ ഒരു ടൈമിലാണ് നമ്മുടെ കട്ടാറ അവനെ കാണാൻ വരുന്നത്. കട്ടാറ വന്നിട്ട് പറയാണ്, നീ വിഷമിക്കണ്ട, നിന്റെ വിഷമം എനിക്ക് നന്നായി മനസ്സിലാവും. കാരണം ഞാൻ സ്നേഹിക്കുന്നവരെയും എനിക്ക് വിട്ടുപിരിയേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കൽ ഫയർ നേഷൻ ഇവിടെ എത്തി, എല്ലാവരെയും കൊന്നുകളഞ്ഞു, എൻ്റെ അമ്മയുൾപ്പെടെ എല്ലാവരും. അവരോട് പകരം വീട്ടാനായി എൻ്റെ അച്ഛനും എൻ്റെ അച്ഛൻ്റെ ടീംസും കൂടിയിട്ട് ഇവിടുന്ന് പുറപ്പെട്ടു. അത് 3 വർഷങ്ങൾക്ക് മുമ്പ്. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അവരൊക്കെ പോയിട്ടുള്ളത് നോർത്തിലോട്ടാണ്. അവിടെ കുറേ വാട്ടർ ബെൻഡേഴ്സ് ഉണ്ട്. ഇവിടെ ആകെ കൂടെ ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരെയും ഫയർ നേഷൻ കൊന്നുകളഞ്ഞു. പക്ഷെ നോർത്തിലുള്ള ഞങ്ങളുടെ വാട്ടർ ബെൻഡർ ഗ്രൂപ്പും പിന്നെ എർത്ത് ബെൻഡേഴ്സും എല്ലാവരോടും പൊരുതുന്നുണ്ട് ഫയർ നേഷനെതിരെ. പക്ഷെ അത് ഇത്ര എളുപ്പമുള്ള കാര്യമില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കട്ടാറ വാട്ടർ ബെൻഡ് ചെയ്യാൻ ഇങ്ങനെ ആരംഭിക്കുന്നുണ്ട്. എന്നാൽ അവൾക്കാണെങ്കിലോ കറക്റ്റായിട്ട് പറ്റുന്നില്ല. ഒരു ബാലൻസും അതുപോലെ തന്നെ എനർജി ഒന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ആങ്ങാണെങ്കിലോ ഇതെങ്ങനെ ബാലൻസ് ചെയ്യാന്നുള്ളത് കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്.
ഇത് കണ്ടപാട് അവൾ അതുപോലെ ഇങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ട്. അവളിങ്ങനെ ആകെ ഞെട്ടിപ്പോവാൻ, കാരണം അവൾ വെള്ളത്തിൻ്റെ ഒരു കൺട്രോൾ തന്നെ അവൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അവരൊരു കാഴ്ച അങ്ങ് കാണുന്നത്. നമ്മുടെ സൂക്കോടെ ഷിപ്പ് അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടപാട് നമ്മുടെ സോക്കിൻ ടീം ഇങ്ങനെ ഫൈറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് നമ്മുടെ ഗ്രാൻഡ് വന്നിട്ട് ടാങ്ങിനോട് ചോദിക്കുകയാണ്, നീ ജസ്റ്റ് ഒരു എയർ ബെൻഡർ മാത്രമല്ല, നീ ഒരു അവതാരം കൂടിയല്ലേ, സത്യം പറ. ഇത് കേൾക്കുമ്പോഴാണ് നമ്മുടെ സോക്കൊക്കെ അതുപോലെ തന്നെ കട്ടാറക്കൊക്കെ കാര്യങ്ങളങ്ങ് കത്തുന്നത്. ഇവന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫയർ ബെൻഡേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടപാട് നമ്മുടെ സോക്കാണെങ്കിലോ അവതാറിനോട് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുക. സംഭവം വേറെ ഒന്നല്ല, അവതാറിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്ത് അവതാർ ഇന്നവരെ ഉണ്ടായിട്ടില്ല. ഒരു 100 വർഷം മുമ്പ് അവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഈ ഒരു അവസ്ഥ ഒന്നും ഇവർക്ക് ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ സൂക്കോ ലാൻഡ് ചെയ്തു. സൂക്കോ എന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങൾ ഉപദ്രവിക്കാൻ വന്നതല്ല, എനിക്ക് ആവശ്യമുള്ള ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ട്, അതെന്നെ ഏൽപ്പിച്ചാ ഞാൻ തിരിച്ചു പോയേക്കാം. ഇത് കേട്ടപാട് നമ്മുടെ സോക്കോ അവനെ തിരിച്ചേൽപ്പിക്കാൻ നിൽക്കുക, നമ്മുടെ അവതാറിനെ തിരിച്ചേൽപ്പിക്കാൻ നിൽക്കുക. പക്ഷെ നമ്മുടെ കട്ടാറ വന്നിട്ട് തടയുന്നുണ്ട്. സംഭവം വേറെ ഒന്നല്ല, അവതാർ എന്ന് പറയുന്നത് ഒരു ഹോപ്പാണ്, വരും ഫ്യൂച്ചറിനുള്ള ഒരു ഹോപ്പ്. അവതാറിനെ കൊടുക്കരുതെന്നാണ് നമ്മുടെ കട്ടാറ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ സോക്ക ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ കട്ടാറ അങ്ങനെ അപേക്ഷിച്ച് ഒരുവിധം സമ്മതിപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മുടെ സോക്ക സൂക്കോനിട്ടങ്ങ് സംസാരിക്കാൻ പോവാൻ. ഫയർ നേഷൻ, നിങ്ങൾ തിരിച്ചു പോകാൻ നോക്ക്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവം ഇവിടെ നിന്ന് കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല. ഇനി അതല്ല, ഒരു ഫൈറ്റിനാണ് നിങ്ങളുടെ പുറപ്പാടെങ്കിൽ നീ ഒറ്റക്ക് വാ, ഞാനും നീയും. എന്താ, നിനക്ക് സമ്മതാണോ? ഇത് കേട്ടപാട് നമ്മുടെ സൂക്കാണെങ്കിലോ അങ്ങ് ഇറങ്ങി തിരിക്കുന്നുണ്ട്. അവനക്ക് മേലും കീഴൊന്നും നോക്കാനില്ല, അവനങ്ങ് യുദ്ധത്തിന് ഇറങ്ങാന്ന് മാത്രമല്ല നമ്മുടെ സോക്കനെ തോൽപ്പിക്കുന്നുണ്ട്. അവസാനം ഇങ്ങനെ സോക്കനെ കൊല്ലാൻ വേണ്ടിയിട്ട് നിൽക്കുക, ആ ഒരു സ്ഥലം മൊത്തത്തിൽ കത്തിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക നമ്മുടെ സൂക്കോ. എന്ന ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ അവതാർ അങ്ങോട്ട് വരുന്നത്, അവനെ തൊട്ട് പോരുതെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇവർ തമ്മിൽ യുദ്ധമൊക്കെ ആവുന്നുണ്ട്. പക്ഷെ എത്ര യുദ്ധം ചെയ്തിട്ടും കാര്യം ഉണ്ടായില്ല. ആ ഒരു സ്ഥലം മൊത്തത്തിൽ കത്തിക്കാൻ തന്നെയാണ് നമ്മുടെ സൂക്കോടെ പുറപ്പാട്. സോ നമ്മുടെ അവതാറിന് വേറെ വഴിയില്ല, അവനങ്ങ് പിടികൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടത് ഞാനല്ലേ, എന്നെ നിങ്ങൾ കൊണ്ടുപോക്കോ, പക്ഷേ ഈ വില്ലേജും സോക്കേനെയും നീ വെറുതെ വിടണം. അങ്ങനെ നമ്മുടെ സോക്കോടെ അടുത്തും നമ്മുടെ കട്ടാറുടെ അടുത്തും ഒരു ഗുഡ് ബൈയും താങ്ക്സും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവുക അവരുടെ കൂടെ. ഇത് കണ്ടപാട് നമ്മുടെ സോക്കൊക്കാണെങ്കിലോ നല്ല മനസ്സലിവ് ഉണ്ടാവുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സോക്കോ അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല, അവരുടെ പിന്നാലങ്ങ് ഇറങ്ങിത്തിരിക്കുക നമ്മുടെ കട്ടാറുടെ കൂടെ. ഇതേ സമയം നമ്മുടെ ആങ്ങാണെങ്കിലോ രണ്ടും കൽപ്പിച്ച് അവൻ്റെ മറ്റേ എയർ ബെൻഡിങ് കഴിവുണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് മെല്ലെ കേജിന്റെ കീ അങ്ങ് അടിച്ചു മാറ്റുന്നുണ്ട്. പിന്നെ സുഖാണല്ലോ, ജയില് തുറക്കുന്നു, പുറത്തിറങ്ങുന്നു. ഇവ നേരെ കയറി ചെല്ലുന്നത് നമ്മുടെ സൂക്കോടെ മുറിയിലോട്ടാണ്. ശേഷം സൂക്കോടെ ഒരു ബുക്കൊക്കെ തന്നെ മറിച്ച് നോക്കുന്നുണ്ട്. ആ ഒരു ബുക്കിനകത്താണെങ്കിൽ ഇതുവരെ അവതാറായിട്ടുള്ള എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഉണ്ട്. അവൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഈ ഒരു ബുക്ക് അങ്ങ് അടിച്ചു മാറ്റാൻ. കാരണം ഈ ഒരു ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവനക്കൊരു അവതാറാവാൻ സാധിക്കും. അങ്ങനെ പുറത്ത് കിടക്കുമ്പോഴാണ് നമ്മുടെ സൂക്ക് അവനെ സ്പോട്ട് ചെയ്യുന്നത്. പിന്നെ അവൻ ഒന്നും നോക്കിയില്ല, ഷിപ്പിൽ നിന്നെടുത്ത് അങ്ങ് ചാടുകയാണ്. ഇവന്റെ കയ്യിലാണെങ്കിലും അവന്റെ വടിയുണ്ട്. ഈ വടിയുടെ മുകളിലായിട്ട് 2 ചിറകും ഉണ്ടാവും. അത് വെച്ചിട്ട് ഇങ്ങനെ പറക്കാൻ ആരംഭിക്കാൻ. പക്ഷേ ഇതേ സമയം നമ്മുടെ സൂക്കൻ ടീമും കൂടിയിട്ട് ഇവനെ വിട്ടിട്ട് ഇങ്ങനെ താഴെ ഇറക്കാനൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആങ് താഴെ വീണു. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ആപ്പയുടെ മുകളിൽ നമ്മുടെ കട്ടാറെ സോക്കയും വരുന്നു, ഇവനെ രക്ഷപ്പെടുത്തുന്നു. പക്ഷെ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ സൂക്കോ അവർക്ക് നേരെ അങ്ങ് തീവിടുന്നത്. പിന്നെ നമ്മുടെ വാട്ടർ ബെൻഡറായ കട്ടാറ വെള്ളം കൊണ്ടങ്ങ് ഒരു കളിയങ്ങ് കളിക്കാൻ ആ ഒരു തീയങ്ങ് കെടുത്തുന്നുണ്ട്. ശേഷം ഇവരങ്ങ് പറന്നു പോവേ. ഇത് കണ്ടപാട് സൂക്കോക്കാണെങ്കിലോ നല്ലവണ്ണം മൂട് പോകുന്നുണ്ട്. അവന്റെ 3 വർഷത്തെ അധ്വാന ആ പറന്നു പോകുന്നത്. അവനക്ക് നല്ല രീതിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. നമ്മുടെ ആങ്ങും ടീംസ് ആണെങ്കിലോ നമ്മുടെ ആങ്ങിന്റെ നാട്ടിലോട്ട് പോവാൻ. അവിടെ ആണെങ്കിൽ ആ ഒരു സ്ഥലം മൊത്തം കത്തി എരിഞ്ഞിട്ടുണ്ട്. ഫയർ ബെൻഡേഴ്സ് പണ്ട് വന്നിട്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ട് ആ ഒരു സ്ഥലം മൊത്തം കത്തി എരിച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് സീനിൽ കണ്ടതാണത്. അവിടെ നമ്മുടെ ഗെറ്റ്സോടെ ഡെഡ് ബോഡിയൊക്കെ നമ്മുടെ ആങ് കാണുന്നുണ്ട്. ഇത് കണ്ടപാട് അവനക്ക് അങ്ങ് ദേഷ്യം വരെ. അവൻ്റെ ഉള്ളിൽ അവതാർ അങ്ങ് പുറത്ത് വരാൻ ആരംഭിക്കുകയാണ്. അവനക്ക് കൺട്രോൾ കിട്ടുന്നില്ല ഈ ഒരു അവതാർ എന്നൊരു പവറിനോട്. ഒരു അവതാറിൻ്റെ പവർ പുറത്തു വരുന്നു. ആ ഒരു സ്ഥലം പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ നാശമാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ പെട്ടെന്നാണ് നമ്മുടെ ഗാറ്റ്സോടെ മുഖേന പിന്നെ ഓർമ്മയിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് മാത്രം അവൻ നോർമലാവുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ലോകം മൊത്തം നശിച്ചെന്ന് വരാം. കാരണം അത്രയും അപകടം പിടിച്ചൊരു പവറാണ് അവതാർ എന്ന പവർ. അങ്ങനെ ഈ ടൈമിൽ നമ്മുടെ ആങ് പറയാണ്, എനിക്കെല്ലാം നഷ്ടമായി, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ഞാനൊരു അവതാറാണെന്നുള്ള കാര്യം. അതുകൊണ്ട് എല്ലാ സ്കില്ലും, എല്ലാ ബെൻഡിങ് സ്കില്ലും ഞാൻ പഠിക്കാൻ പോവാ. ഞാനൊരു അവതാറായി മാറാൻ പോവാ. ഇത് ജസ്റ്റ് ഒരു ആരംഭം മാത്രമാണ്. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മുടെ സീരീസിൽ 1ാമത്തെ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. 2ാമത്തെ എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.